എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, സസ്യഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഇത് നമ്മൾ ആദ്യ സെഷനിലേക്ക് കടക്കുന്നു. നമ്മുടെ വൊക്കാബുലറി, മഷിത്തണ്ട് എന്ന ചെടി കേട്ടിട്ടുണ്ട്. നമ്മൾ സ്ലേറ്റ് മായ്ക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ചെടി. മഷിത്തണ്ടിന് ക്ലിയർ വീഡ് പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ക്ലിയർ വീഡ് പ്ലാന്റ്. ഇനി പേര് ഓർമ്മ വന്നില്ല എങ്കിൽ പോലും മഷിത്തണ്ട് എന്ന് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാൽ മതി കുട്ടികൾക്ക്. ക്ലിയർ വീഡ് പ്ലാന്റ് എന്ന ആവശ്യമില്ല. പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ക്ലിയർ വീഡ് പ്ലാന്റ്, മഷിത്തണ്ട്. അൺഡാമേജ്ഡ്, കേടില്ലാത്തത്. ഡാമേജ് ആയ പ്രോഡക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഡാമേജ് കേടായത്. അൺഡാമേജ് കേടില്ലാത്തത്. റോള്, പങ്ക്. ROLE ആണ് റോൾ, പങ്ക്. ROLL റോള്, ഉരുളുക എന്നുള്ള അർത്ഥത്തിലാണ് റോൾ പറയുന്നത്. സ്പെല്ലിങ് നോക്കുക. എക്സ്പെരിമെന്റ് പരീക്ഷണമാണ്. റിമൈനിങ് ശേഷിക്കുന്നത്, ലെഫ്റ്റ് ഓവർ ബാക്കിയായതെന്നുള്ള അർത്ഥത്തില്. ഓർഗാനിസം, ജീവി. ഈ ഭാഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വൊക്കാബുലറി ഇത്രയും പദങ്ങളാണുള്ളത്. നിങ്ങൾക്ക് പേജ് നമ്പർ 15 വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് അതിൽ പരിചിതമല്ലാത്ത വാക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ബുക്കിലോട്ട് എഴുതാവുന്നതാണ്. ഇനി ഇന്നത്തെ ചോദ്യം, കായകൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം. ഉത്തരം വാഴയാണ്. വാഴയ്ക്കെന്തില്ല? വിത്തില്ല. ഇനി ഇന്നത്തെ ടോപ്പിക്ക്, പ്രധാനപ്പെട്ട ടോപ്പിക്ക് സസ്യഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ്. ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ് പാർട്സ്. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ പ്ലാന്റ് പാർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവർ, ലീഫ്, സ്റ്റെമ്മ്, റൂട്ട്, സീഡ്, ഫ്രൂട്ട്, അങ്ങനെ കുറെ ഭാഗങ്ങൾ. അപ്പൊ ഇതില് ഇവ ഓരോന്നും ചെടിയെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വേരിന്റെ ജോലി എന്താണ്? മണ്ണിൽ നിന്ന് ചെടിക്ക് ആവശ്യമായ ജലവും ലവണവും വലിച്ചെടുക്കുക. ലവണം എന്ന് ഉദ്ദേശിക്കുന്ന വളം, ന്യൂട്രിയൻസ്. അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അബ്സോർബ്, ആഗിരണം ചെയ്യുക. അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കുക. ആരുടെ ജോലിയാണ്? വേരിന്റെ ജോലിയാണ്. ഇതിൽ അറിയാത്ത പദങ്ങൾ ഒരുപക്ഷെ അബ്സോർബ്, ആഗിരണം ചെയ്യുക, ന്യൂട്രിയന്റ്, പോഷക ഘടകങ്ങൾ എന്നിവയാണ്. ഓക്കെ. അപ്പോ ചെടി ഇത് വലിച്ചെടുക്കുമ്പോൾ അതെങ്ങോട്ടാണ് വരുന്നത്? അതിന്റെ തണ്ടിലോട്ടാണ് വരുന്നത്. സ്റ്റെം, തണ്ട്. സ്റ്റെം ക്യാരീസ് വാട്ടർ ആൻഡ് ഫുഡ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഈ ക്യാരി ചെയ്ത് ചെടിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് സ്റ്റെം ആണ്. അതേപോലെ ഇലകളിൽ നിന്നുണ്ടാക്കുന്ന ആഹാരം സ്റ്റെമ്മിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്യാരീസ് വാട്ടർ ആൻഡ് ഫുഡ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ലീഫിന്റെ ജോലി നമ്മൾ പഠിച്ചു, GK ക്വിസിൽ പഠിച്ചു. ലീഫ് ഈസ് നോൺ ആസ് ദ കിച്ചൺ ഓഫ് ദ പ്ലാന്റ്. ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്നതാരാണ്? ഇലയാണ്. അപ്പൊ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതാരാണ്? ഇലകളാണ്. മേക്സ് ഫുഡ് ഫോർ ദ പ്ലാന്റ്. ഫോട്ടോസിന്തസിസ് നടന്ന്, നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുക ഫോട്ടോസിന്തസിസ്. ഫോട്ടോയുടെ സ്പെല്ലിംഗ് കൂടെ കൊടുത്തേക്കും തെറ്റാണ്. PHOTO, ഫോട്ടോ. ഫോട്ടോസിന്തസിസ് നടന്ന് എന്താകുന്നു? ആഹാരം രൂപീകരിക്കപ്പെടുന്നു. ഫ്ലവർ ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ ആൻഡ് ടേൺസ് ഇൻടു ഫ്രൂട്ട്. സീഡ് ഗ്രോസ് ഇൻടു എ ന്യൂ പ്ലാന്റ്. റൂട്ട് ആലോചിച്ച് വെച്ചേക്കുക, സ്റ്റെം ആലോചിച്ച് വെച്ചേക്കുക, ലീഫ് ആലോചിച്ച് വെച്ചേക്കുക. നമ്മുടെ പുസ്തകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഓർത്തിരിക്കും. നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിൽ നാളെ നമുക്ക് വീണ്ടും ഓർത്തിരിക്കാൻ സാധിക്കും. ഓക്കെ, നാളെ നമുക്ക് ആ ആക്ടിവിറ്റിയുമായിട്ട് വീണ്ടും കാണാം. അതിനോടൊപ്പം അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി കൊടുത്തേക്കുന്ന ടോപ്പിക്കാണ് ഇത്. 3ാം ക്ലാസ്സിന് ഇത്രയും ഒന്നും ആഴത്തിൽ പഠിക്കുകയൊന്നും വേണ്ട. പ്ലാന്റ് പാർട്സ് എന്ന് പറഞ്ഞ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ, ഇത്രയും അറ്റ്ലീസ്റ്റ് ഇവയുടെ പ്രയോജനങ്ങൾ പഠിക്കുക. 4 അതിനോടൊപ്പം ഫ്രൂട്ട് ഉണ്ട്, സീഡ് ഉണ്ട്, ബാർക്ക്. ബാർക്ക് എന്ന് പറയുന്നത് തടിയാണ്. ബഡ്, തോൺ, മുള്ളുകൾ. അപ്പൊ ഇതൊക്കെ അഡീഷണൽ വായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ബാർക്ക് നമ്മുടെ ചെടിയുടെ തൊലി എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മുടെ സ്കിൻ പോലെ ചെടിക്കുള്ളത്. ബാർക്ക്.